നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അവിടെ അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണ് ഈ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൽ നമുക്ക് ചില മെസ്സേജുകൾ, ആ മെസ്സേജ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ മെസ്സേജ് അറിയാതെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ മെസ്സേജ് വായിച്ചിട്ടില്ല, വീണ്ടും പിന്നീട് അത് റീപ്ലൈ കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും നോട്ടിഫിക്കേഷൻ വരാനുള്ള സൗകര്യം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സുഹൃത്ത് വാട്സപ്പിനകത്തൊരു മെസ്സേജ് അയച്ചു, നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കി, പക്ഷേ നിങ്ങൾക്കത് റീപ്ലൈ കൊടുക്കാനുള്ള സമയമില്ല, നിങ്ങൾ തിരക്കിലാണ്. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റീപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീപ്ലൈ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ മെസ്സേജ് അരമണിക്കൂർ കഴിഞ്ഞ് റീപ്ലൈ കൊടുക്കാമെന്ന് കരുതി ഒഴിവാക്കിയിടുമ്പോൾ ആ മെസ്സേജ് പിന്നെ നമ്മൾ നോക്കിയില്ല. ചിലപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും മെസ്സേജ് അയക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ആ വ്യക്തി മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്ന് നമുക്ക് ഓർമ്മ വരിക. ആ ഒരു പ്രശ്നത്തിന് വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്. അതായത് നമ്മൾ ഏതൊരു മെസ്സേജാണോ വായിക്കാൻ ബാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അത് റീപ്ലൈ കൊടുക്കാൻ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും റീപ്ലൈ കൊടുക്കാമെന്ന് കരുതിയെങ്കിൽ ആ മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് പിടിച്ചതിന് ശേഷം മുകളിലോട്ട് നോക്കുക. ഇവിടെ കാണാൻ പുതിയൊരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ ഒരു ബെൽ ഐക്കൻ്റെ ചിഹ്നം, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇങ്ങനെ കാണിക്കുമ്പോൾ റിമൈൻഡ് മീ എന്നാണ്. അതായത് എനിക്ക് ഈ മെസ്സേജ് എനിക്ക് റീപ്ലൈ കൊടുക്കാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി, റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ്. ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കാണും. അതായത് നമുക്ക് ഈ മെസ്സേജിക്ക് റീപ്ലൈ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടാൽ മതി എന്നാണെങ്കിൽ ആ മെസ്സേജ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന മണിക്കൂർ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിനകത്ത് താഴെ കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ദിവസമാണെങ്കിൽ ആ ദിവസം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് വേണ്ടതെങ്കിൽ ആ സമയം ഇതുപോലെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സെറ്റ് റിമൈൻഡർ എന്നുള്ള താഴെ ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പിനകത്ത് സാധാരണ ഒരു പുതിയൊരു വാട്സപ്പ് മെസ്സേജ് വരുന്ന പോലെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ കണ്ടാൽ മനസ്സിലാക്കുക, പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത മെസ്സേജ് വീണ്ടും ഓപ്പണായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ വളരെ യൂസ്ഫുള്ളായിരിക്കും. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ മെസ്സേജ് പിന്നീട് റീപ്ലൈ കൊടുക്കാമെന്ന് കരുതി ഒഴിച്ചിടുന്ന മെസ്സേജുകൾ നമ്മൾ പിന്നെ മറന്നു പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനൊരു മെസ്സേജ് അയച്ച കാര്യം തന്നെ നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു റിമൈൻഡ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കും, ഈ മെസ്സേജിക്ക് റീപ്ലൈ കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അതിന് നമ്മൾ ഇത്തരം സമയം സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾ കൊടുത്ത ആ റിമൈൻഡിങ് മെസ്സേജ് നിങ്ങൾക്ക് റിമൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മുകളിൽ ആ ബെല്ലൈക്കണിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അത് റിമൈൻഡ് നമുക്ക് ക്യാൻസലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.